ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് വളരെ പ്രത്യേകതകളുള്ളൊരു ദിവസം കേട്ടോ. ഇന്ന് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അപ്പം ഞങ്ങളിന്ന് എന്താ മരച്ചീനിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് പിന്നെ 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വ്രതത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മീനൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ കപ്പ വേവിച്ചു കേട്ടോ. കപ്പയ്ക്ക് ഞങ്ങൾ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചിക്കനും ഉണ്ടാക്കി കേട്ടോ. അത് കുട്ടികൾ കഴിക്കുകയത്. ഞങ്ങൾ മുളക് ചമ്മന്തി കൂട്ടിയാട്ടോ കപ്പ കഴിച്ചത്. അപ്പം പിന്നെ ഇന്ന് രാവിലെ 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഈ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുള്ള അല്ലേ. അപ്പം പിന്നെ എന്താ, രാവിലെ ഞങ്ങൾ കഞ്ഞിയൊക്കെ ഇട്ടു, മുറ്റമൊക്കെ തൂത്തു, പിന്നെ വെള്ളത്തിനൊക്കെ പോകണം. തിരക്ക് പിടിച്ച ജോലികളാട്ടോ. അപ്പോൾ എന്നോട് ഇത് കണ്ടില്ലേ, കപ്പയൊക്കെ എടുത്തു കേട്ടോ. കപ്പയ്ക്ക് രാവിലെ മുളക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഇന്നാളൊരു സൈസ് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട്, ഇതെൻ്റെ ഒരു രീതിയിലുള്ള മുളക് ചമ്മന്തിയാണ്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ചെറുതായിട്ട് കുനുകുനാന്ന് ഒന്ന് ഞുറുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മുളക് പൊടി ചാലിച്ച് അങ്ങനെയുള്ള കേട്ടോ. അത് ഞങ്ങൾ കപ്പയ്ക്ക് കൂട്ടിയതേ. പിന്നെ ഞങ്ങൾ റേഡിയോ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് പയർ, എന്താ ഇപ്പം ചിക്കൻ അല്ലാതെയും മീനില്ലാതെയും നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ പയറിലുള്ള പയറൊക്കെ കുറച്ച് പറിച്ച് അതിൻ്റെ ഇങ്ങനെ കുറച്ച് ഒരുക്കിയെടുത്ത് നമ്മളൊരു കറി വയ്ക്കാം. പിന്നെ മോര് കറിയും വയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെയാട്ടോ ഇന്നത്തെ നമ്മളുണ്ടാക്കിയ കറികളെ. പിന്നെ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാനത് പിന്നെ ചെറിയുള്ളി, കാന്താരി മുളകും സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് കുനുകുനാന്ന് അരിഞ്ഞ് ഇനി അതൊന്ന് കടുക് വറുത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പിന്നെ എന്താ, അവർക്ക് എന്നും കുട്ടികൾക്ക് ഈ പച്ചക്കറി വെജിറ്റബിൾ ഒന്നും അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അവരത് കഴിക്കുകയില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ചാട്ടോ കുറച്ചൊക്കെ കഴിക്കുന്നത്. എല്ലാ കുട്ടികളും ഇപ്പോൾ ഇടയ്ക്ക് തന്നെയല്ലേ എല്ലാ കുട്ടികൾക്കും ഈ ഫാസ്റ്റ് ഫുഡിനോടൊക്കെ അല്ലേ താല്പര്യം കൂടുതൽ. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കരുത്, അത് കഴിക്കുന്ന ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും. നമ്മളിങ്ങനെ വീട്ടിൽ നട്ടു വളർത്തുന്നതും ഇങ്ങനെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഇല്ലേ, ചക്ക, കപ്പ, ചക്കയൊക്കെ നല്ല സമ്പൂർണ്ണമായ ആഹാരം കേട്ടോ. ഇപ്പോഴൊന്നും ചക്ക ഉണ്ടായിട്ടില്ല നമ്മുടെ അടുത്തൊന്നും. ഇപ്പോൾ അധികമൊന്നും ചക്കയൊന്നും വിളഞ്ഞിട്ടില്ല. കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടാകാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാലമല്ലേ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കൊച്ചായിരുന്നപ്പം ഞങ്ങളുടെ കാരണവന്മാരും ഞങ്ങളുടെ അമ്മയുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എന്നും ചക്ക വേവിക്കുകയും പിന്നെ ചക്കക്കുരു, ചക്ക ഇതൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ എന്നും. ചക്കയുടെയൊക്കെ കാലമായി കഴിഞ്ഞാൽ ഫുഡൊക്കെ, അപ്പം നമ്മളതൊക്കെ കഴിച്ച് വളർന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഇത്രയും കാലം നമുക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനെയുള്ള പച്ചക്കറികളും കപ്പളങ്ങ പിന്നെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആട്ടോ ഞാനും കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണത്തിനോടൊന്നും അങ്ങനെയുള്ളതിനോടൊന്നും കൂടുതൽ താല്പര്യമൊന്നുമില്ല. പക്ഷേ കുട്ടികൾ നമ്മളെ കളിക്ക് അവർ നിൽക്കുകയില്ല. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും. അപ്പം ഞാൻ പപ്പായ ഇട്ട് ഈ മോര് കാച്ചുന്ന കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടുതലും പപ്പായ ഇട്ടാട്ടോ. അന്നേരം പപ്പായയുടെ ഒരു ഇതും കിട്ടും, പിന്നെ മോര് കാച്ചിലും ആയല്ലോ, ഒരു കറിയായി. അപ്പം ഈ ചിലർ കാളനായിട്ട് വയ്ക്കും, വാഴയ്ക്ക ഇട്ട് വയ്ക്കും, പിന്നെ വെള്ളരി ഇട്ട് വയ്ക്കും, കുമ്പളം ഇട്ട് വയ്ക്കും. എന്ത് രീതിയിലും വേണമെങ്കിലും നമുക്ക് മോര് കാച്ചാട്ടോ. ഞാനപ്പോൾ ഈ പപ്പായ ഇട്ടാണ്, ഞങ്ങൾക്ക് പപ്പായ ഇട്ട് മോര് കാച്ചുന്ന ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ കാന്താരി, ചെറുജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, കാന്താരി മുളക് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ആദ്യം അരച്ചെടുത്തു. പിന്നെ നമ്മൾ ആ തേങ്ങയും കൂടി അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത സമയം കൊണ്ട് അമ്മ കടുക് വറുത്തു, അരപ്പ് ഒന്ന് മൂപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അത് മിക്സിയിലേക്ക് ഞാൻ ഒഴിച്ചു. ആ മിക്സിയിലേക്ക് ഞാൻ ഈ തൈരല്ലേ, നമ്മൾ പാക്കറ്റ് തൈരല്ലേ, അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അമ്മ അത് കടുക് മൂപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോ
ഒരു പ്രാവശ്യം നമ്മുടെ മിക്സിയിൽ അരച്ചാൽ പറ്റില്ല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അതും ഒന്ന് കറക്കി കറക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് പയറ് തോരനും മോര് കറിയായിട്ട് നമ്മുടെ പിന്നെ നമുക്ക് ഉത്സവത്തിന് പോകണ്ടേ, നമുക്ക് എല്ലാവർക്കും കൂടി ഉത്സവം കൂടാം കേട്ടോ. അതിലെ വാദ്യമേളങ്ങളും താലപ്പൊലികളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോരൊക്കെ ഇവിടെ റെഡിയായി. ഇതിൻ്റെ മുകളിൽ കുറച്ച് മേൻപൊടിയായിട്ട് എന്ത് ഇടും, ഉലുവാപ്പൊടിയും വിതറി കൊടുത്തു കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ പാകമാണെന്ന് പറഞ്ഞ് നല്ല മോര് കറിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മോള് ചോറുണ്ണാൻ എടുക്കുവാണേ. ഉപ്പേരിയൊക്കെ കുറച്ച് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് കുറച്ച് എടുക്കുന്ന കേട്ടോ. എന്നിട്ടും അത് ലേശമാണ് മോര് കറി വേണ്ടെന്ന് പറഞ്ഞ്, എങ്കിലും ഞാൻ നിർബന്ധിച്ച് കുറച്ച് മോര് കറിയും കൂടി ഒഴിപ്പിച്ചു കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ ലഞ്ചിനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പരമാവധി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയറും ചെയ്തേക്കണേ. കമൻറ്റും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാട്ടോ. അപ്പോൾ ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കല്യാണം കൂടി ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ നടന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരം കേട്ടോ. അപ്പോൾ ഇതെവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ കൊണ്ടൊന്ന് എടുത്താണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി ഞാൻ ഈ ജാഗരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഒരു കമ്മലിൻ്റെ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല കേട്ടോ. എനിക്കിങ്ങനത്തെ ജിമിക്ക കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് കളക്ഷന്. എങ്കിലും എവിടെ ഈ ജിമിക്കായുടെ ഈ കട കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊന്ന് നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ രമ്യ അവളും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് അവളൊരു വ്ളോഗറാട്ടോ. അപ്പോൾ എല്ലാവരും കുറേ പേരുണ്ട് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നു. അമ്പലത്തിലെ എല്ലാവരും താലപ്പൊലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. താലപ്പൊലിയും ഈ കൊട്ടലും തായമ്പകയും എല്ലാം വരുന്ന സമയമായിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അങ്ങനെ നിന്ന് നോക്കുമ്പോഴുണ്ട് അതാ നമ്മുടെ താലപ്പൊലി വരുന്നു കേട്ടോ. പണ്ടൊക്കെ ഈ താലപ്പൊലി വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി. അമ്മയുടെയൊക്കെ കൂടെ ഇത് കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താലപ്പൊലി മഹോത്സവം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ താലം എടുക്കാനൊക്കെ കണ്ടില്ലേ, എല്ലാവരും താലപ്പൊലിക്കൊക്കെ സന്നദ്ധമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം കുറേ ആൾക്കാർ താലമൊക്കെ എടുത്ത് ഇത് പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഇതൊരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയും വേറെ ഒരു ഭാഗത്തുനിന്നും വേറെ 1-2 ഭാഗങ്ങളിൽ നിന്നും വേറെയും താലപ്പൊലികൾ ഇങ്ങനെ വരാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ ഈ
വന്നത് നമ്മൾ മൊബൈലിൽ ഒപ്പിയെടുത്തതാട്ടോ. അപ്പം ഞാനിതുവരെ ഇങ്ങനെ താലം എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം മുതൽ എനിക്കൊരു പേടിയുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അങ്ങനെയായിട്ട് പിന്നെ ഇങ്ങനെയുള്ള താലത്തിലൊന്നും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ ഇനി നിൽക്കണം. അപ്പോൾ സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് ചെറുപ്പക്കാരും വലുതും ഒക്കെ ആയിട്ട് അനവധി ജനങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ താലപ്പൊലിയൊക്കെ ആയിട്ട് നല്ല രസമല്ലേ ഇങ്ങനെ താലമൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ. എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഇങ്ങനെ പോകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ താലപ്പൊലിയൊക്കെ ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ. നമ്മുടെ ഈ ഭാഗം ചെറിയൊരു ഉൾഗ്രാമം കേട്ടോ. എങ്കിലും ഇവിടെ ഇത്രയും നല്ലോണം ആൾക്കാരൊക്കെ കൂടും കേട്ടോ. അതിൻ്റെ പുറകെ വേറെ ഒരു ഇതുകൂടി വന്നു. പിന്നെ വന്നത് നമ്മുടെ തെയ്യം കേട്ടോ, തെയ്യക്കോലം. ഈ തെയ്യക്കോലം തുള്ളുന്നത് ഞാൻ നമ്മുടെ ചാത്തമംഗലം സമിതിയായിട്ട് ഈ തെയ്യം ഇവിടെ അവതരിപ്പിച്ചത്. ഈ ചാത്തമംഗലം മാഞ്ഞാക്കാവിൽ ചെത്തുകടവ് ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ തെയ്യം നടത്തിയിട്ട് രാത്രി മുതലൊക്കെ ഞങ്ങൾ പോയി തെയ്യം തിറ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അമ്പലത്തിലെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.